ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വെറും 2 ദിവസത്തെ പ്രിപ്പറേഷൻ. രാവിലെ സുബഹി നിസ്കരിച്ച് ബിസ്മിയും ചൊല്ലി ഞങ്ങൾ ലഡാക്കിലേക്ക് ഇറങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് റോഡൊക്കെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് വയനാട് ചുരം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല സുഖമായിട്ട് കയറി കിട്ടി. നമ്മൾ സ്ഥിരം പോകുന്ന ബാംഗ്ലൂർ റൂട്ടായതുകൊണ്ട് വലിയ പുതുമയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. വയനാട്ടിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം മൈസൂരൊക്കെ കടന്നിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എംപയറിലെത്തണം എന്നായിരുന്നു അംബ്രാസിന്റെ ഡിമാൻഡ്. അതേപോലെ തന്നെ നടന്നു. നമ്മൾ ഉച്ചയാവുന്ന സമയത്ത് എംപയറിലെത്തി. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ പതിവ് ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചു. നല്ല നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടുന്ന് യാത്ര തിരിച്ചു. ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ബാംഗ്ലൂർ ടൗൺ ഞങ്ങൾ പാസ് ചെയ്തു. ഇന്ന് ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കർണാടക ഡിസ്ട്രിക്റ്റിലെ ചിത്രദുർഗ എന്ന സ്ഥലത്തായിരുന്നു. എയർബിഎൻബി ആപ്പ് വഴി ഞങ്ങൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഏകദേശം 520 കിലോമീറ്റർ ആണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 8 മണിയോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എയർബിഎൻബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഹോസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ഞങ്ങളെ വെൽക്കം ചെയ്തത് അവരുണ്ടാക്കുന്ന അവർക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്, ഒരു ഫ്രൂട്ട്സിന്. അതിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടാണ് അവർ ഞങ്ങളെ വെൽക്കം ചെയ്തത്. ഭയങ്കര നല്ല നീറ്റായിട്ട് ഇവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി കിച്ചൺ ഉണ്ടായിരുന്നു. കിച്ചൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ കരുതി. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആകെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് 520 കിലോമീറ്റർ ആണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നൽകുന്നതായിരിക്കും. ഓക്കെ, ബൈ.